നമസ്തേ, എൻ്റെ പേര് ഡോക്ടർ രാഹുൽ നിത്താൻ, HOD വെൽനസ് ആൻഡ് പഞ്ചകർമ്മ. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കർക്കിടകവും ആയുർവേദ ചികിത്സയും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് മഴക്കാല രോഗങ്ങൾക്കെതിരെ പണ്ടും പുരാതന കാലം തൊട്ടേ നമ്മൾ ആവർത്തിച്ചു വരുന്ന ഒരു ആരോഗ്യ സംരക്ഷണ ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ എന്ന് തന്നെ പറയുന്നത്. ഈ കർക്കിടക ചികിത്സ എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് നമ്മൾ തന്നെ ആലോചിക്കുക എന്നുണ്ടെങ്കിൽ, ഒരു കാലത്തിൻ്റെ മാറ്റം, വേനൽക്കാലം മാറി വർഷ ഋതുവിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഋതുക്കളുടെ മാറ്റം. നമുക്ക് എത്ര തരം ഋതുക്കളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. 6 തരം ഋതുക്കളുണ്ട്. ശിശിര, വസന്ത, ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത എന്നീ 6 ഋതുക്കളുള്ള ഒരു കാലമാണ്. അതിൽ തന്നെ ഗ്രീഷ്മത്തിൽ നിന്നും വർഷത്തിലേക്കുള്ള ഒരു മാറ്റം, അതായത് ആദ്യത്തെ 3 ഋതുക്കളെ നമ്മൾ ഉത്തരായന കാലമെന്നും അവസാനത്തെ 3 ഋതുക്കളെ നമ്മൾ ദക്ഷിണായന കാലമെന്നുമാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. ഉത്തരായന കാലത്തിൽ നിന്നും ദക്ഷിണായന കാലത്തിലേക്കുള്ള ഒരു മാറ്റം, അതായത് ഗ്രീഷ്മ ഋതുവിൽ നിന്നും വർഷ ഋതുവിലേക്കുള്ള മാറ്റം നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ത്രിദോഷങ്ങളിലുള്ള മാറ്റം, വാതപിത്ത കഫങ്ങളിലുണ്ടാകുന്ന വൃദ്ധിക്ഷയങ്ങൾ. ഈ വൃദ്ധിക്ഷയങ്ങൾ കാരണം നമുക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് പ്രതിരോധ ശേഷി കുറയുക, ശരീരബലത്തിൻ്റെ കുറവ് എന്നീ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഋതുമാറ്റം. ഈ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഉദരരോഗങ്ങളായാലും പകർച്ചവ്യാധികളായാലും നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള രോഗങ്ങളായാലും എന്നിവ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ നമ്മൾ കർക്കിടക മാസത്തിലേക്ക് കടക്കുമ്പോൾ വാതരോഗത്തിൻ്റെ ഒരു കോപിതാവസ്ഥയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച് ഇപ്പോൾ പലർക്കും പലതരത്തിലുള്ള ജോയിന്റ് ഡിസോർഡേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കർക്കിടക മാസം. ഈ സമയങ്ങളിൽ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നൽകുന്ന ഒരു ചികിത്സയാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. ഈ കർക്കിടക ചികിത്സയിലൂടെ ഏവർക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉണർവ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.